ഈ വർഷത്തെ ഭിന്നശേഷി കലോത്സവത്തിന് നൂപുര എന്ന നമ്മുടെ ഈ ഭിന്നശേഷി കലോത്സവത്തിന് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ അമൽ ഇക്ബാലിന് നിറഞ്ഞൊരു കൈയടി കൊടുക്കാം നമുക്ക്. ഞാൻ വലിയ ഗായകനൊന്നുമല്ല, പക്ഷെ ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്നൊരു കഥയാണ്. എനിക്ക് ഇത്തരം ഒരുപാട് അക്കാദമിക് അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്ത്, ഒരു പാട്ട് പാടണമെന്ന്. സംഗീതത്തിന് അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, നീ ചെറുപ്പകാലത്ത് റേഡിയോ കെട്ടിപ്പിടിച്ചാണ് നീ കിടന്ന് ഉറങ്ങിയത്. ഒരു പാട്ട്, ഞാൻ കേട്ട ഒരു പാട്ടിൻ്റെ ബീജിയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉമ്മ അത് ഇന്നാൾ ചെയ്ത പാട്ടാണ്, ഇന്നാൾ കമ്പോസ് ചെയ്ത പാട്ടാണ്, ഇന്നാൾ പ്രോഗ്രാം ചെയ്ത പാട്ടാണ്, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ എന്നൊക്കെ അവഗ്രഹമുണ്ടെങ്കിലും എനിക്ക് 2 വരി മൂളാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ പാസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് സംസാര വൈകല്യമുണ്ടായിരുന്നു, ബ്രീത്തിങ് കട്ടായി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ JDCയിലെത്തിയപ്പോൾ അവിടുന്ന് ഒരു ലൈജ ടീച്ചർ എന്ന ടീച്ചറെ പരിചയപ്പെട്ടു. അമലെ, നിൻ്റെ ശബ്ദം നല്ലതാണ്, നിൻ്റെ ബ്രീത്തിങ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് സപ്തസ്വരങ്ങളിലൂടെ റെഡിയാക്കി എടുക്കാമെന്ന്. ഞാനും അതിന് സംഭവിച്ചു. ടീച്ചർ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിപ്പിക്കാൻ തുടങ്ങി, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. കൊറോണ കാലമായപ്പോൾ ഞങ്ങൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു, ഫുൾ ഓൺലൈനായി. അങ്ങനെ രാവിലെ രാജാവിനെ പോലെ ഞാൻ നിൽക്കും, സാപ്പാസ പഠിക്കും. അപ്പോൾ ഇന്നത്ര സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ആണെങ്കിലും എന്നെ ട്രോളിന് വേറെ ആൾക്കാരുണ്ടാവില്ല കേട്ടോ, അതും കൂടി പറയണം. അവർ തരുന്ന പ്രോത്സാഹനത്തിൻ്റെ കൂടെ ചില പോസിറ്റീവായിട്ടുള്ള ട്രോൾസ് ഉണ്ട്. ആ ട്രോൾസാണ് എന്നെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത്. അങ്ങനെ ടീച്ചറിൻ്റെ അതികഠിനമായ ശ്രമഫലം ഞാൻ ചെറിയ ചെറിയ വരികളൊക്കെ മൂളാൻ തുടങ്ങി. തുടർന്ന് എൻ്റെ പാരൻസ് കണ്ടുപിടിച്ച, എന്നിൽ പഠന വിധേയമാക്കിയപ്പോൾ കണ്ടുപിടിച്ച അസുഖങ്ങൾക്ക് കണ്ടെത്തിയ സൊല്യൂഷനുകളുണ്ട്. ആ സൊല്യൂഷനുകൾ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതോടുകൂടി അമൽ ഇക്ബാലിന് പുതിയൊരു മേഖല തുറന്നു കിട്ടി, സിംഗിങ് എന്നുള്ളത്. അതിൻ്റെ റിസൾട്ട് സ്കൂൾ തല കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തോട് ലളിതഗാനത്തിന് മത്സരിച്ചിട്ട് ഫസ്റ്റ് വാങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു പ്രൗഡ് മൊമെൻറ്റ് മനസ്സിലാക്കി. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ചില തെറ്റിദ്ധാരണയുണ്ട്. അമൽ ഇങ്ങനെയൊക്കെ ആയല്ലോ, അതേപോലെ നമ്മളെ മക്കളും, എൻ്റെ മോൻ അതേപോലെ അല്ലല്ലോ, എൻ്റെ മോൻ അമലിനേക്കാളും പ്രശ്നമുള്ളതല്ലേ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത കാറ്റഗറി അസുഖമാണ്. ആ അസുഖത്തിനനുസരിച്ച് നമ്മൾ അവരെ ഡീൽ ചെയ്യാൻ പഠിക്കണം. ഈ സ്റ്റേറ്റ് അവാർഡ് വാങ്ങലോ, ഈ നമ്മളെ ഇൻസ്പയർ മാനക് അവാർഡ് വാങ്ങലോ അല്ല. നമ്മളെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേണ്ട എന്താണ്, നമ്മളെ മക്കൾ സ്വയം പര്യാപ്തമാവണം. നമ്മളെ കാലശേഷം നമ്മളെ മക്കൾ ആരും നോക്കും. ഞാൻ ആംബ്രസിലിംഗിലേക്ക് എത്തിയത് ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഓരോ പ്രയാസങ്ങൾ. ഇപ്പം ഞാൻ വെള്ളം കുടിക്കണ കണ്ടില്ല നിങ്ങൾ, സ്പീച്ച് തുടങ്ങാൻ നേരത്ത് എൻ്റെ വായിനകത്തുള്ളൊരു മസിലുണ്ട്, ബക്സിനേറ്റർ എന്ന് പറയും. ആ ബക്സിനേറ്റർ ടൈറ്റായി കഴിഞ്ഞാൽ എനിക്ക് വായിന് ശരിക്കും അക്ഷരം വരില്ല. അതിന് വേണ്ടിയിട്ടാണ്, ഈ തൊണ്ട ഡ്രൈ ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത്. ഈ ഓരോ വെല്ലുവിളികൾ ഇങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കൾ ശരിയാവും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തണം.
നമ്മളിപ്പോൾ ഒരിക്കലും പ്രതീക്ഷ കൂടരുത്. അപ്പോൾ നമ്മൾ ഈ ആംബ്രസിലിങ്ങിലേക്ക് എത്തിയത്, ഞാൻ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ആംബ്രസിലിങ്ങിലേക്ക് എത്തിയത് നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല ഗ്ലാമറുള്ള ആളോ നല്ല മസിലുള്ള ആളോ നല്ല ചുള്ളനായിട്ടുള്ള ആളോ ഇപ്പം നിങ്ങൾക്ക് എന്താ കണ്ടു തോന്നുന്നേ? നല്ല സുന്ദരനായിട്ട് തോന്നുന്നില്ലേ? പക്ഷെ ആളുകൾക്ക് കാണുമ്പോൾ ഒരു സങ്കടം നിറഞ്ഞ കാലം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത, സ്വന്തമായിട്ട് സ്വയം ഭക്ഷണം എടുത്ത് വാരി കഴിക്കാൻ കഴിയാത്ത, സ്വയം ഡ്രസ്സ് ഇടാൻ കഴിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപാട് ആശുപത്രികൾ എന്നെ റൈറ്റ് ഓഫ് ചെയ്തു. വലിയ CMC വരെ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് അവർ മാറി. അവസാനം ബാംഗ്ലൂർ റീകോപ്പിലെത്തിയപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ 15 സ്ഥലം പൊട്ടിച്ച് സർജറി ചെയ്തു. ഭയങ്കര പെയിൻഫുൾ, അതികഠിനമായ വേദനയുടെ ദിനരാത്രങ്ങളാണ് കടന്നു പോയത്. പക്ഷെ അവിടെ നിന്നാണ് എനിക്ക് മറ്റൊരു ലൈഫ്, അമലിൻ്റെ പുതിയ ഉദയം, എൻ്റെ യഥാർത്ഥ അമലിൻ്റെ പുതിയ ഉദയം അവിടെ നിന്നാണ് ഞാൻ കണ്ടത്.